ഹായ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളെ A+ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവൻ കാണണം. ഓക്കെ, സോ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദ ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ആർ അറേഞ്ച്ഡ് ഇൻ സബ്ഷെൽ. അല്ലേ, ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സബ്ഷെല്ലുകൾക്കുള്ളിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. വിച്ച് ആർ ദ സബ്ഷെൽസ് പ്രസന്റ് ഇൻ ദ തേർഡ് സബ്ഷെൽ ഓർ എം ഷെൽ? അതായത് മക്കളെ, എം ഷെൽ എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര സബ്ഷെൽ ഉണ്ട്? നമുക്കറിയാം, ഒരാറ്റത്തിലെ ഷെല്ലുകളുടെ എണ്ണവും സബ് ഷെല്ലുകളുടെ എണ്ണവും തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ലുകളാണ് പോസിബിൾ ആയിട്ടുള്ളത്. ആ 3 സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഇതായിരിക്കും 3 സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. നമ്മൾ ഒന്നും ചെയ്യേണ്ട, ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ആക്കിയാൽ മതി. എക്സ്, വൈ, ഇസഡ് 3 എലമെന്റുകൾ ഉണ്ട്. അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. സോ ആദ്യം തന്നെ ഇസഡിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. സോ മക്കളെ നോക്കിക്കേ, അറ്റോമിക് നമ്പർ 19 ആണ് അല്ലെ. അറ്റോമിക് നമ്പർ 19 ആണെങ്കിൽ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക? 1s2, 2s2, 2p6, 3s2, 3p6. 18 ഇലക്ട്രോൺസ് കഴിഞ്ഞു. ഇനി ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ട്. മിച്ചമുള്ള ഒരു ഇലക്ട്രോൺ ഇനി എങ്ങോട്ടാ പോവാ? 3dയിലേക്കാണോ 4sലേക്കാണോ? 4sലേക്കാ പോവാ. സോ 4s1 ആണ്. ഇനി നോക്കാം, അടുത്ത നോക്കാം. പീരിയഡ് നമ്പർ ആണ് ഇനി കണ്ടെത്താനുള്ളത് അല്ലേ. സോ നമുക്കറിയാം, പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടെത്തുക? ഇറ്റ് ഈസ് ഈക്വൽ ടു ഷെൽ നമ്പർ. എത്ര ഷെല്ലുണ്ടോ അത് തന്നെയാണ് പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ 2 ഷെല്ലുണ്ട്, സോ പീരിയഡ് നമ്പർ 2 ആണ്. ഇവിടെ 3 ഷെല്ലുണ്ട്, സോ പീരിയഡ് നമ്പർ 3 ആണ്. ഈ കേസിലോ 4 ഷെല്ലുണ്ട് അല്ലെ. 3Dയിൽ കയറിയിട്ടില്ലെങ്കിൽ 4s ഉണ്ട്. സോ 4 ഷെല്ലുണ്ട്, വിച്ച് മീൻസ് ഇവന്റെ പീരിയഡ് നമ്പർ 4 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഇൻ ദ റിയാക്ഷൻ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ആയിട്ട് മാറുന്ന ഒരു റിയാക്ഷൻ ആണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത്. ഹൗ മെനി മോൾസ് ഓഫ് O2 ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 10 മോൾസ് ഓഫ് വാട്ടർ? മക്കളെ, 10 മോൾ വാട്ടർ കിട്ടണമെങ്കിൽ എത്ര മോൾ O2 വേണ്ടി വരും? ഇതാണ് നമ്മളോട് ചോദ്യം എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്തല്ലോ. ഓക്സിജനെ മാത്രം നോക്കിയാൽ മതി, ഹൈഡ്രജനെ നമ്മൾ നോക്കുക വേണ്ട. ഓക്കെ, 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മോൾ വാട്ടർ ആണ് നമുക്ക് കിട്ടുക അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, 2 മോൾ വാട്ടർ ഉണ്ടാകണമെങ്കിൽ നമുക്ക് 1 മോള് ഓക്സിജൻ വേണം. ശരിയല്ലേ? അപ്പോൾ 1 മോൾ വാട്ടർ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എത്ര ഓക്സിജൻ വേണം? 1/2 ഓക്സിജൻ മതി. ശരിയല്ലേ? അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ടത് എത്ര മോൾ വാട്ടറാ? നമുക്ക് 10 മോൾ വാട്ടർ വേണം. അപ്പോൾ 10 മോൾ വാട്ടർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 10 × 1/2 ഓക്സിജൻ ചെയ്താൽ മതി അല്ലേ. അങ്ങനെയല്ലേ ചെയ്യുക. ഇപ്പോൾ 2 വെള്ളത്തിന് ഒരു ഓക്സിജൻ ആണ് പൈസ എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ പൈസ എത്രയാ? 1/2. അപ്പോൾ 10 വെള്ളത്തിൻ്റെ പൈസ എത്രയാ? 10 × 1/2. സെയിം മെത്തേഡാണ്. അപ്പോൾ 10 മോൾ വാട്ടർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10 × 1/2 ചെയ്യുക. സോ 5 മോൾ എന്ന് ഉത്തരം കിട്ടാം. ഇനി നമുക്ക് സിമ്പിളായിട്ട് ചിന്തിക്കാം. 1 മോൾ ഓക്സിജൻ ആണെങ്കിൽ 2 മോൾ വാട്ടർ തരുന്നു. സോ 2 മോൾ ഓക്സിജൻ എടുത്താൽ 4 കിട്ടും. അങ്ങനെ കിട്ടും. പക്ഷെ എല്ലാ കേസിലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്തത്, വാട്ട് വോളിയം ഓഫ് ഓക്സിജൻ ഗ്യാസ് അറ്റ് STP ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 2 മോൾസ് ഓഫ് വാട്ടർ? മക്കളെ, 2 മോൾ വെള്ളം നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ STPയിൽ എത്ര വോളിയം ഓക്സിജൻ എടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടെ എടുത്തെഴുതല്ല അല്ലേ. 2H2 + O2 gives 2H2O. അപ്പോൾ ഈ ഇക്വേഷനിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്താൽ 2 മോൾ വാട്ടർ കിട്ടും. ശരിയല്ലേ? അപ്പോൾ 1 മോൾ ഓക്സിജൻ എടുത്താൽ മതി ആക്ച്വലി 2 മോൾ വാട്ടർ കിട്ടാനായിട്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 2 മോൾ വാട്ടർ കിട്ടാൻ എത്ര ഓക്സിജൻ വേണമെന്നാണ്. പക്ഷെ വോളിയത്തിലാണ് ചോദിച്ചിട്ടുള്ളതെന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ 2 മോള് വാട്ടർ കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 1 മോൾ ഓക്സിജൻ ആണ്. ഇനി 1 മോൾ ഓക്സിജൻ്റെ STPയിലെ വ്യാപ്തം എത്രയാ? വോളിയം എത്രയാ? സിമ്പിൾ 22.4 ലിറ്റർ ആയിരിക്കും. അപ്പോൾ 1 മോൾ ഓക്സിജൻ അല്ലെങ്കിൽ 22.4 ലിറ്റർ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 മോൾ വാട്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സിമ്പിൾ അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചില ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണി താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില മെറ്റൽസിൻ്റെ മക്കളെ റിയാക്ടിവിറ്റി സീരീസ് ആണ് നമ്മുടെ അടുത്ത് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന സാഹചര്യങ്ങൾ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫോളോയിങ് കണ്ടീഷൻസ് ആണ്. കോപ്പർ സൾഫേറ്റിലേക്ക് മഗ്നീഷ്യം താഴ്ത്തി വെക്കുന്നു മക്കളെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓർഡർ തന്നിട്ടുണ്ട് മഗ്നീഷ്യം, അതേപോലെ തന്നെ അലൂമിനിയം, സിങ്ക്, അയൺ, കോപ്പർ. ഇത്രയും പേരാണോ തന്നിട്ടുള്ളത്? ഇത്രയും പേരാണ്. അലൂമിനിയം എക്സ്ട്രാ ഞാൻ എഴുതിയെന്നുള്ള കുഴപ്പമില്ലല്ലോ. സോ ടെസ്റ്റ് ട്യൂബിൽ കോപ്പർ സൾഫേറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതിലേക്ക് നമ്മൾ മഗ്നീഷ്യം റിബണിനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക?
നമ്മൾ പറ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമോ, ആദേശ രാസപ്രവർത്തനം നടക്കുമോ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ തോന്നുന്നത്? റിയാക്ടിവിറ്റി കൂടിയ മെറ്റല് കുറഞ്ഞ മെറ്റലിനെ ആദേശം ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ സൊല്യൂഷനിൽ ഇരിക്കുന്ന മെറ്റലിനെ കാട്ടിലും റിയാക്ടിവിറ്റി കൂടിയ ആളെയാണോ നമ്മൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചത്? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ സൊല്യൂഷനിലുള്ള മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ ആണ്. നമ്മൾ ഇറക്കി വെച്ച മെറ്റൽ അതേതാ? മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ കാണാം അല്ലെ, മഗ്നീഷ്യം കോപ്പറിനെക്കാട്ടിലും എത്രയോ അധികം റിയാക്ടിവിറ്റി കൂടിയ ആളാണ്. സോ മഗ്നീഷ്യം എന്താ ചെയ്യുക? മഗ്നീഷ്യം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും അല്ലെങ്കിൽ ആദേശം ചെയ്യും. ശരിയല്ലേ? സോ നമുക്കറിയാം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. അപ്പൊ ബ്ലൂ കളർ ചേഞ്ച് ചെയ്യും, നീല നിറം മാറും. എങ്ങനെ ഇവിടെ റിയാക്ഷൻ നടക്കുക? Mg+Cu(SO4) ഗീവ്സ് MgSO4+Cu. ഇതായിരിക്കും ഇവിടെ നടക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, ഒരു കഷ്ണം സിൽവർ സിങ്ക് സൾഫൈഡ് ലായനിയിൽ താഴ്ത്തി വെക്കുന്നു. മക്കളെ അടുത്തത് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ സിങ്ക് സൾഫേറ്റ് ആണ് ടെസ്റ്റ് ട്യൂബിലുള്ളത്. ഇതിലേക്ക് നമ്മൾ സിൽവറിനെയാണ് ഇറക്കി വെക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, സൊല്യൂഷനിലുള്ളത് ഏത് മെറ്റലാ? സിങ്ക് ആണ്. ഇറക്കി വെച്ചത് ഏത് മെറ്റലാ? സിൽവർ ആണ്. അപ്പൊ ഇറക്കി വെച്ച സിൽവറിന് സിങ്കിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലാണോ കുറവാണോ? നമുക്കറിയാം സിങ്ക് എന്ന് പറയുന്ന ആൾക്ക് സിൽവറിനെക്കാട്ടിലും വളരെയധികം റിയാക്ടിവിറ്റി കൂടുതലാണ്. സിൽവറിന് റിയാക്ടിവിറ്റി സിങ്കിനെക്കാട്ടിലും കുറവാണ്. ശരിയല്ലേ? അപ്പൊ റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ നോ ചേഞ്ച് ഒക്കേഴ്സ്. ഇവിടെ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നർത്ഥം. അടുത്ത ചോദ്യം നോക്കാം. അയണും സിൽവറും ചേർത്തിട്ട് ഗാൽവനിക് സെൽ ഉണ്ടാക്കിയാൽ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് ഏതാണ്? അപ്പോൾ ഒരു ഗാൽവനിക് സെൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കാഥോഡിനാണ് പോസിറ്റീവ് ചാർജ്, ആനോഡിനാണ് നെഗറ്റീവ് ചാർജ്. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ആനോഡ്, കുറഞ്ഞ ആള് കാഥോഡാണ് അല്ലെ? അപ്പൊ അയണും സിൽവറുമാണ് നമ്മൾ എടുക്കുന്നത്. മക്കളെ അയണിന് സിൽവറിനെ കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ അയൺ ആയിരിക്കും നമ്മുടെ ആനോഡ്, കുറഞ്ഞ സിൽവർ ആയിരിക്കും നമ്മുടെ കാഥോഡ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് അല്ലെങ്കിൽ കാഥോഡ് എന്ന് പറയുന്നത് ഇവിടെ ആരായിരിക്കും? റിയാക്ടിവിറ്റി കുറഞ്ഞ സിൽവർ ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓരോന്നിലുമുള്ള തന്മാത്രകളുടെ എണ്ണം നമ്മൾ കണ്ടെത്തണം. സോ STPയിൽ 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുവച്ചു. മക്കളെ STPയിൽ 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഗ്യാസും ഒരു മോള് എടുത്തു വെച്ചാൽ അതിൻ്റെ വോളിയമാണ് 22.4 ലിറ്റർ. അപ്പോൾ STPയിൽ 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് STPയിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. ഒരു മോളിൽ എടുത്താൽ അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസിനെ, അവഗാഡ്രോ നമ്പർ തന്മാത്രകളെ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6.022 × 10⁻23 അല്ലേ? ഇത്രയും മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്തത് 4 ഗ്രാം ഓഫ് ഹൈഡ്രജൻ. 4 ഗ്രാം ഹൈഡ്രജനിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നാണ്. സോ 4 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നോക്ക്, തന്മാത്രകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓർത്ത് വെക്കണം. 4 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ആദ്യം എത്ര മോൾ ആണ് എന്ന് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചൂടെ? സോ നമ്പർ ഓഫ് മോൾസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? തന്നിരിക്കുന്ന മാസിനെ നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്ന മാസ് 4 ഗ്രാം ആണ്. മക്കളെ ചോദ്യത്തിൽ ആറ്റമാണോ മോളിക്യൂൾ ആണോ? മോളിക്യൂൾസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് GMM അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. ഹൈഡ്രജന്റെ GAM 1 ഗ്രാമും GMM 2 ഗ്രാമും ആണ്. സോ ഇവിടെ ഞാൻ 4/2 ആണ് എടുക്കേണ്ടത്. അപ്പം 2 മോൾ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 മോളിൽ ടോട്ടൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മക്കളെ നമ്മുടെ ലോങ് ആയിട്ടുള്ള മാരത്തോൺ ലൈവൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനിടയിൽ നിങ്ങളിത് കാണാൻ വന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ തിരിച്ചു പോയി ആ ലൈവ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീർക്കണം. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓൾ ദ ബെസ്റ്റ്.